സന്തോഷ സൂചികയിൽ ഇന്ത്യക്കാട്ടിൽ മുകളിലാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ സൂചികയിലാകട്ടെ ഇന്ത്യ ഈ രാജ്യത്തോളം എത്ര കിടപിടച്ചാലും എത്തുകയില്ല. പട്ടിണി സൂചികയിലാകട്ടെ ഇന്ത്യ എത്തുകയില്ല ഈ രാജ്യത്തോടൊപ്പം എന്നാണ് നമ്മുടെ കേരളത്തിലെ മാപ്രകളടക്കം പറഞ്ഞു വരുത്തുന്നത്. ആ രാജ്യം വേറൊരു രാജ്യമല്ല, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ്. എന്നാൽ ഈ റംദാൻ മാസം പാകിസ്ഥാനിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ റംദാൻ മാസം സാധാരണ റംദാൻ മാസത്തിൽ നോമ്പെടുക്കുകയാണ് എല്ലാ വിശ്വാസികളും ചെയ്യുന്നത്. എന്നാൽ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല പാകിസ്ഥാനിലുള്ള ജനതയ്ക്ക്, കാരണം അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല റംദാൻ മാസത്തിൽ എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. റംസാൻ മാസത്തിലും പാകിസ്ഥാനിൽ ദാരിദ്ര്യം മാറുന്നില്ല എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. പട്ടിണി, ഭക്ഷ്യക്ഷാമം, ഗ്യാസ് സിലിണ്ടറുകളുടെ അഭാവം, ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത്. ഇന്ധനത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില കുതിച്ചുയർന്നു. ഇത് ജീവിതം ദുഷ്കരമാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കറാച്ചിയിലെ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പറയുന്നു. റംസാൻ കാലത്ത് പോലും ആളുകൾക്ക് ആശ്വാസം ലഭിച്ചിട്ടില്ല. സർക്കാർ നൽകുന്ന ആട്ടയ്ക്കും ബ്രെഡിനും വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അവ വിപണിയിൽ ഉയർന്ന നിരക്കിൽ വിൽക്കുന്നത് തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാരണത്താൽ പാകിസ്ഥാനിൽ ആട്ടയ്ക്കും ബ്രെഡിനും ദിവസേന വില കുതിച്ചുയരുകയാണ്. നിയന്ത്രിക്കേണ്ട സാഹചര്യം, ദിവസേന ഇവ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഇവിടെയുള്ള സർക്കാരിനുണ്ട്. ഇതേ തുടർന്ന് കറാച്ചി കമ്മീഷണർ സയ്യിദ് ഹസൻ നഖ്വി ആട്ടയുടെ വില നിശ്ചയിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ കമ്മീഷണർ പലചരക്ക് വിലകൾ നിശ്ചയിക്കുകയും എല്ലാ ദിവസവും രാവിലെ പുതിയ വില പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പരാതികൾക്കായി ഒരു ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. അമിത വില ഈടാക്കുന്നതിന് പിഴയും അറസ്റ്റും ഉണ്ടാകുമെന്ന് കടയുടമകൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ സ്ഥിതി മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഭക്ഷ്യക്ഷാമം നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനികൾക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ ക്ഷാമവും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് കാരണം ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രഭാത ഭക്ഷണം, നോമ്പ് തുറക്കുന്നതിനുള്ള ഭക്ഷണം എന്നിവ പാകം ചെയ്യുന്നത് പാകിസ്ഥാനി ജനതയ്ക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് ഷഹബാസ് ഷെരീഫ്, അതായത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഗ്യാസ് സിലിണ്ടർ കമ്പനി ഉദ്യോഗസ്ഥരുമായി ഒരു യോഗം ചേർന്ന് സെഹറിക്കും ഇഫ്താറിനും കണക്കിലെടുത്ത് ഗ്യാസ് സിലിണ്ടർ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ ആട്ട പോലും കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ഒരു സമയത്ത് ഇന്ത്യയിൽ പെട്രോൾ വില കൂടുതലാണ്, പാകിസ്ഥാനിലേക്ക് നോക്കൂ, പാകിസ്ഥാനിൽ അവർ പെട്രോൾ കൊടുക്കുന്നത് 30 രൂപയ്ക്കും 40 രൂപയ്ക്കുമൊക്കെയാണ് എന്ന് പറഞ്ഞു നടന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഗുണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫലമാണ് പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ത്യയും അന്ന് 40ഉം 50ഉം രൂപയ്ക്ക് പെട്രോൾ കൊടുത്തിരുന്നെങ്കിൽ അന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് തെരുവിൽ രാജ്യത്തെ സർക്കാരിനെതിരെ സമരം ചെയ്യാനായി എത്തിയേനെ. രാജ്യത്തെ സർക്കാർ അന്ന് ചെയ്തതായിരുന്നു ശരി. ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനാധിപത്യത്തിന്റെ വലിയൊരു പ്രത്യേകത അതാണ്, ഏത് മണ്ടനും ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.